സെസ്സും യൂസർ ഫീസും നടപ്പാക്കുമ്പോൾ ജനവികാരം എതിരാകാതെ ശ്രദ്ധിക്കണമെന്ന് വികസന രേഖയുടെ ചർച്ചയിൽ പ്രതിനിധികൾ. ഇക്കാര്യങ്ങൾ പാർട്ടി ലൈനിന് ചേരുന്നതാണോ എന്ന പരിശോധന വേണമെന്നും അഭിപ്രായമുയർന്നു. ആശങ്കകൾ ഉയർത്തിയെങ്കിലും വികസന രേഖയെ CPM പ്രതിനിധി സമ്മേളനം പൊതുവിൽ സ്വാഗതം ചെയ്തു. ജനവിരുദ്ധമായ ഒരു കാര്യവും നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിലുള്ള പുതുവഴികൾ എന്ന വികസന രേഖയിൽ വിശദമായ ചർച്ചയാണ് CPM സംസ്ഥാന സമ്മേളനത്തിൽ നടന്നത്. രേഖയിൽ പറയുന്ന കാര്യങ്ങൾ സംസ്ഥാന വികസനത്തിന് ഗുണം ചെയ്യുമെന്ന പൊതുവികാരമായിരുന്നു ചർച്ചയിൽ. എന്നാൽ ആശങ്കയും സംശയവും പ്രകടിപ്പിച്ച പ്രതികരണങ്ങളും ഉണ്ടായി. CPMന്റെ നയങ്ങളോടും ആശയങ്ങളോടും ചേർന്നു നിൽക്കുന്നതാണോ രേഖ? ആളുകളിൽ നിന്ന് ഫീസ് ഈടാക്കി സേവനം നൽകുന്നത് പാർട്ടി ലൈനാണോ എന്നും കോഴിക്കോട് നിന്നുള്ള KT കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു. വികസന രേഖയ്ക്ക് വൻ സ്വീകാര്യതയാണ് ചർച്ചയിൽ ലഭിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവകാശപ്പെട്ടു. അധിക വിഭവ സമാഹരണം അനിവാര്യമാണ്, എന്നാൽ ജനവിരുദ്ധമായ ഒന്നും ഇടതു സർക്കാർ നടപ്പാക്കില്ലെന്നും പാർട്ടി സെക്രട്ടറി. രേഖയ്ക്ക് വൻ സ്വീകാര്യതയാണ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സംഘങ്ങളിൽ നിന്ന് ഉണ്ടായത്. നവകേരള നിർമ്മാണത്തിന് പുതുവഴികൾ കണ്ടെത്താനുള്ള പ്രഖ്യാപനമായാണ് സഖാക്കൾ ഈ രേഖയെ കണ്ടത്. പുതിയ വിഭവ സമാഹരണമെന്ന നിർദ്ദേശവും സ്വാഗതം ചെയ്യപ്പെടുകയാണ്. നാളെ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം സംസ്ഥാന സമ്മേളനം വികസന രേഖ പാസാക്കും. ഇടതുമുന്നണിയുടെ അംഗീകാരം കൂടി വാങ്ങിയ ശേഷം നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും. ഈ സർക്കാരും തുടർന്ന് വരാൻ പോകുന്ന ഇടതു സർക്കാരും രേഖയിലെ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. VV അരുൺ, News 18, കൊല്ലം. സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടിലെ പൊതുചർച്ചയിൽ വിമർശനങ്ങൾ കേന്ദ്രീകരിച്ചത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനിലേക്കായിരുന്നു. സെക്രട്ടറിയുടെ വാക്കും പ്രവൃത്തിയും രണ്ടു വഴിക്കാണെന്നും നിലപാടുകളിൽ അടിക്കടി മാറ്റം വരുത്തുന്നു എന്നും വിമർശനമുയർന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സമ്മേളനത്തിൽ കാര്യമായ വിമർശനം ഉയർന്നില്ല. നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ സംസ്ഥാന സമ്മേളനങ്ങളിൽ സ്വാഭാവികമാണ്. എന്നാൽ കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ വളഞ്ഞിട്ടാക്രമിക്കുകയായിരുന്നു പ്രതിനിധികൾ. പത്തനംതിട്ടയിൽ നിന്നുള്ള PB ഹർഷകുമാറാണ് വിമർശനം തുടങ്ങിവച്ചത്. മറ്റു ജില്ലകൾ അത് ഏറ്റെടുത്തു. സെക്രട്ടറിയുടെ വാക്കും പ്രവൃത്തിയും രണ്ട് എന്നായിരുന്നു വിമർശനങ്ങളിൽ പ്രധാനം. നിലപാടുകളിൽ വ്യക്തതയില്ലാത്തയാളാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുപോലും വിമർശനമുണ്ടായി. എന്നാൽ ഇതൊന്നും വ്യക്തിപരമായ വിമർശനങ്ങളല്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഭയങ്കര വ്യക്തിപരമായ അറ്റാക്കാണ്. പക്ഷേ പാർട്ടിയുടെ ചരിത്രത്തിൽ പോലും വ്യക്തിപരമായ അറ്റാക്ക് സെക്രട്ടറി നേരിടേണ്ടി വന്നിട്ടില്ല. എനിക്കെതിരായിട്ട് ഒരു വ്യക്തിപരമായ അറ്റാക്ക് വന്നിട്ടില്ല. പാർട്ടി സെക്രട്ടറി പ്രതിനിധികളുടെ വിമർശനച്ചൂട് ഏറ്റുവാങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രതിനിധികൾ ഏറെയും നൽകിയത് കയ്യടി. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിക്ക് മന്ത്രിമാരിൽ നിന്ന് പോലും പിന്തുണ കിട്ടാത്തതിലായിരുന്നു പലർക്കും അമർഷം. നിയമസഭയിലും മുഖ്യമന്ത്രിയെ പ്രതിപക്ഷം വളഞ്ഞിട്ടാക്രമിക്കുമ്പോൾ പ്രതിരോധത്തിലെത്തുന്നത് V ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും മാത്രമാണെന്നും ചിലർ പറഞ്ഞുവച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ ഉൾപ്പെടെ നിരവധി പേരാണ് ചർച്ചാ സമയം മുഖ്യമന്ത്രിയെ പുകഴ്ത്താൻ ഉപയോഗിച്ചത്. സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടലുകളിലും നിലപാടുകളിലും വലിയ അതൃപ്തിയാണ് സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നണിയെ നയിക്കുമെന്ന് കരുതുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് വാഴ്ത്തുപാട്ട് സമ്മേളനത്തിലും കുറവില്ല. കൊല്ലത്തു നിന്നും അരുൺ പാലോടിനൊപ്പം VV അരുൺ, News 18. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മറുപടി നൽകും. രൂക്ഷ വിമർശനമാണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ചർച്ചയിലുണ്ടായത്. വികസന രേഖയുടെ ചർച്ചയ്ക്ക് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി പറയും. അതിനുശേഷം പുതിയ സംസ്ഥാന സമിതിയെയും സെക്രട്ടറിയെയും സമ്മേളനം തെരഞ്ഞെടുത്തേക്കും.